ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പേഴ്സണാലിറ്റിയും അതിൻ്റെ ഡെഫിനിഷനുമാണ്. നമ്മളുടെ ലൈഫിൽ നമ്മളെപ്പോഴും ഡിസ്ക്രൈബ് ചെയ്യുന്നൊരു വേർഡാണ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞ ടേം നമ്മളെപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. ഈ ടേം നമ്മൾ പലപ്പോഴും നമ്മളൊരു പേഴ്സണെ ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഹീസ് എ പ്ലസൻറ്റ് പേഴ്സണാലിറ്റി, അല്ലെങ്കിൽ ഹീസ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് പേഴ്സണാലിറ്റി, ഹീസ് എ ചാമിങ് പേഴ്സണാലിറ്റി അങ്ങനെ ടേംസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്താ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേകമായിട്ട് കോമൺ ആയിട്ട് എല്ലാവരും അഗ്രി ചെയ്യണ ഒരു മീനിങ് ഇല്ലെങ്കിലും നമുക്ക് പേഴ്സണാലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ഇറ്റ്സ് എ ടോട്ടാലിറ്റി ഓഫ് എ പേഴ്സൺ, അതായത് സം ഓഫ് ട്രെയ്റ്റ്സ് ആൻഡ് ക്വാളിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വലിനാണ്. ഓക്കെ, how he responds to the life situations, or how he responds to the social group, അല്ലെങ്കിൽ how he responds to the environment. ഇതൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നത് ഡിപ്പെൻഡ് അപ്പോൺ ഹിസ് പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ പേഴ്സണാലിറ്റി ഡിഫൈൻ ആസ് എ ക്യാരക്ടറിസ്റ്റിക് സെറ്റ് ഓഫ് ബിഹേവിയർ, കോഗ്നിഷൻസ് ആൻഡ് ഇമോഷണൽ പാറ്റേൺ ദാറ്റ് ഇവോൾവ് ഫ്രം ദി ബയോളജിക്കൽ എൻവയോൺമെൻറ്റ് ഫാക്ടർ. ഒരുപാട് ഫാക്ടേഴ്സാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് നമ്മുടെ ഇൻഡിവിജ്വൽ ബിഹേവിയർ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ കൾച്ചർ, ഫാമിലി, സോഷ്യൽ സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്, എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സ്, ഹെറിഡിറ്ററി ഒക്കെ നമ്മുടെ പേഴ്സണാലിറ്റി ഫോം ചെയ്യാൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അപ്പോൾ ഒരു പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ റെഗുലർ ഡെഫിനിഷൻ ഇല്ലെങ്കിലും നമുക്ക് പല പേഴ്സണാലിറ്റീനെ കുറിച്ചും പല രീതിയിൽ പറയുകയാണെങ്കിലും പേഴ്സണാലിറ്റിയുടെ മീനിങ് എന്ന് പറയുന്നത് ഈസ് എ സെറ്റ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ്, ഡിഫൈൻ ആസ് എ ക്യാരക്ടറിസ്റ്റിക് സെറ്റ് ഓഫ് ബിഹേവിയർ, കോഗ്നിഷൻ, ഇമോഷണൽ പാറ്റേൺ ദാറ്റ് ഇവോൾവ് ഫ്രം ബയോളജിക്കൽ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ പേഴ്സണാലിറ്റിയെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പഠിക്കുമ്പോൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് വേ ഓഫ് തിങ്കിങ്, ഫീലിംഗ്, ബിഹേവിങ്. അതായത് പേഴ്സണാലിറ്റി ക്യാരക്ടറിസ്റ്റിക്സ് വേ ഓഫ് തിങ്കിങ്, ഫീലിംഗ് ആൻഡ് ബിഹേവിങ്. പേഴ്സണാലിറ്റി എംബ്രൈസസ് മൂഡ്സ്, ആറ്റിറ്റ്യൂഡ്, ഒപ്പീനിയൻ ആൻഡ് ഇസ് മോസ്റ്റ് ക്ലിയർലി എക്സ്പ്രസ് ഇൻ ഇൻട്രാക്ഷൻ വിത്ത് അതേഴ്സ്. അതായത് നമ്മൾ ബിഹേവിയർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, അത് ഇൻഹെറിൻറ്റഡ് ആയിരിക്കാം, എക്വയർഡ് ചെയ്യാം, ആൻഡ് ഫ്രം വൺ പേഴ്സൺ ഫ്രം അനദർ. നമ്മുടെ ബിഹേവിയർ ക്യാരക്ടറിസ്റ്റിക്സ് ആണല്ലോ, നമ്മൾ ബിഹേവിയറാണ് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ഡിസ്റ്റിങ്ക്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അത് ഒബ്സർവ് ചെയ്യാൻ പറ്റും, ഹൗ വി റിയാക്ട് ടു ദി എൻവയോൺമെൻറ്റ് ആൻഡ് ടു സോഷ്യൽ ഗ്രൂപ്പ്. അപ്പം നമ്മളോട് ചോദിക്കുകയാണ്, നമുക്ക് നമ്മളുടെ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് പേഴ്സണാലിറ്റി ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദി കേസസിൽ പേഴ്സണാലിറ്റി റിലേറ്റീവ്ലി സ്റ്റേബിളാണ്. നമുക്ക് വലിയ എന്താ പറയുക ചേഞ്ച് വരണമെങ്കിൽ നമുക്ക് അത്ര നമ്മളെ ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് ചേഞ്ച് വരും പേഴ്സണാലിറ്റി. അല്ലെങ്കിൽ ഒരു ഇൻട്രോവേർട്ടായ ഒരാൾ പെട്ടെന്ന് എക്സ്ട്രോവേർട്ട് ആവാനും, എക്സ്ട്രോവേർട്ടായ ആൾ പെട്ടെന്ന് ഇൻട്രോവേർട്ട് ആവാനുമുള്ള ഡിഫറൻസ് വളരെ കുറവാണ്. നമുക്ക് ചെറിയ ഒരു ചെറിയ സ്മോൾ ചേഞ്ചസ് വരുത്താൻ പറ്റും. പക്ഷേ നമ്മൾ പേഴ്സണാലിറ്റി സ്റ്റേബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ക്യാരക്ടറിസ്റ്റിക്സ്, ക്വാളിറ്റീസ് ദാറ്റ് ഫോം ഇൻഡിവിജ്വൽ ഡിസ്റ്റിങ്ക്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. അതാണ് പേഴ്സണാലിറ്റിയെക്കുറിച്ച് പറയുന്നത്. നമ്മൾ ഈ പേഴ്സണാലിറ്റിയുടെ കുറിച്ച് പറയുമ്പോൾ ഡെഫിനേഷൻ എന്ന് പറയുകയാണെങ്കിൽ പേഴ്സണാലിറ്റി ഡിഫൈൻ ചെയ്തിരിക്കുന്നതിന് പല പേഴ്സണാലിറ്റി ഓതേഴ്സും പല ഡെഫിനേഷൻ പറഞ്ഞു. നമുക്ക് പരീക്ഷയ്ക്ക് ഒരു ഡെഫിനേഷൻ ശരിക്കായിട്ട് പഠിക്കണം. അപ്പോൾ ആൾപോർട്ടിൻ്റെ ഡെഫിനേഷൻ പ്രകാരം പറയുകയാണെങ്കിൽ പേഴ്സണാലിറ്റി ഈസ് എ ഡൈനാമിക് ഓർഗനൈസേഷൻ വിത്തിൻ ദി ഇൻഡിവിജ്വൽ ഓഫ് ദ സൈക്കോ ഫിസിക്കൽ സിസ്റ്റം ദാറ്റ് ഡിറ്റർമിൻ ഹിസ് യൂണിക് അഡ്ജസ്റ്റ്മെൻറ്റ് വിത്ത് എൻവയോൺമെൻറ്റ്. ബുദ്ധിമുട്ടാണെങ്കിൽ പഠിക്കേണ്ട. കാറ്റൽ ഡെഫിനേഷൻ ഉണ്ട്. പേഴ്സണാലിറ്റി ഈസ് ദാറ്റ് വിച്ച് പെർമിറ്റ് എ പ്രിഡിക്ഷൻ ഓഫ് വാട്ട് എ പേഴ്സൺ വിൽ ഡു ഇൻ എ ഗിവൺ സിറ്റുവേഷൻ. അതാണ് പേഴ്സണാലിറ്റി ഡെഫിനേഷൻ. അല്ലെങ്കിൽ പാറ്റേൺ ഓഫ് കളക്റ്റീവ് ക്യാരക്ടർ, ബിഹേവിയർ, ടെമ്പറമെൻ്റൽ ആൻഡ് ഇമോഷണൽ ട്രെയ്റ്റ്സ് ഓഫ് എൻ ഇൻഡിവിജ്വൽ. അപ്പോൾ ഇൻഡിവിജ്വൽ, അതായത് നമ്മൾ പേഴ്സണാലിറ്റിയെക്കുറിച്ച് ആരുടെയും ഡെഫിനേഷൻസ് പഠിക്കണ എപ്പോൾ നന്നായിരിക്കും. ഓക്കെ, ഇൻഡിവിജ്വൽസ് യൂണിക് പാറ്റേൺ ഓഫ് തോട്ട്സ്, ഫീലിങ്സ് ആൻഡ് ബിഹേവിയർ ഇസ് പെർസിസ്റ്റ് ഓവർ ടൈം അക്രോസ് ദി സിറ്റുവേഷൻ, യൂണിക് ഡിഫറൻസ് ആൻഡ് റിലേറ്റീവ് സ്റ്റേബിൾ ആൻഡ് എൻഡ്യൂറിങ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ പേഴ്സണാലിറ്റിയെക്കുറിച്ച് ഏതെങ്കിലും ആരുടെയും ഡെഫിനേഷൻ പഠിക്കുന്ന നല്ലതായിരിക്കും. ഇനി ഡെഫിനേഷൻ പേഴ്സണാലിറ്റിയുടെ വേറെ ഡെഫിനേഷൻ നമുക്ക് എന്താ പറയുക, പഠിക്കണമെങ്കിൽ ആൾപോർട്ടിൻ്റെ ഡെഫിനേഷൻ മിസ് പറഞ്ഞില്ലേ, അത് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ കുറേ ആൾപോർട്ടിൻ്റെ കാറ്റലിൻ്റെ ഡെഫിനേഷനോ ആരുടെയെങ്കിലും ഡെഫിനേഷൻ പഠിച്ചോളൂ. പേഴ്സണാലിറ്റി ഈസ് എ
നമ്മൾ പറയുന്നത്. അപ്പോൾ JB വാൾട്ടൺ പറയണത് പേഴ്സണാലിറ്റി ഈസ് ദി സം ഓഫ് ആക്ടിവിറ്റീസ് ദാറ്റ് ക്യാൻ ബി ഡിസ്കവേർഡ് ബൈ എ ആക്ച്വൽ ഒബ്സർവേഷൻ ഓവർ എ ലോങ് ഇനഫ് പീരീഡ് ഓഫ് ടൈം ടു ഗിവ് എൻ റിയലബിൾ ഇൻഫോർമേഷൻ. Personality is a sum total of all the biological innate disposition, impulses, tendencies, appetites, and insights of an individual and disposal of tendency acquired by experience. ഇപ്പോൾ ഏതെങ്കിലും ഡെഫിനിഷൻസ് ഞാൻ മുമ്പ് പറഞ്ഞ ഡെഫിനേഷനോ ഏതെങ്കിലും ഡെഫിനേഷൻസ് അതായത് ആൽപോർട്ടിൻ്റെ ഡെഫിനേഷൻ ഫേമസ് ആണ്, പക്ഷെ ഇത്തിരി ലെങ്തിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു കാറ്റൽ ഡെഫിനേഷൻ പഠിക്കാനായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പം. കാറ്റൽ കുറച്ചും കൂടി സിമ്പിളായിട്ടാണ് ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത്. കാറ്റൽ ഡെഫിനിഷനിൽ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ദാറ്റ് വിച്ച് പെർമിറ്റ് എ പ്രഡിക്ഷൻ ഓഫ് വാട്ട് എ പേഴ്സൺ വിൽ ഡു ഇൻ എ ഗിവൺ സിറ്റുവേഷൻ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ളത് SR മാഡിയുടെ ഡെഫിനിഷൻ ഉണ്ട്, പിന്നെ ആൽപോർട്ടിൻ്റെ ഡെഫിനിഷനിലുണ്ട്. ശരി, പേഴ്സണൽ ഡൈനാമിക് ഓർഗനൈസേഷൻ വിത്തിൻ വിച്ച് individual of the psychological system that determine his unique adjustments to environment. അപ്പോൾ ടോട്ടാലിറ്റി നമുക്ക് പേഴ്സണാലിറ്റി സമ്മപ്പ് ഇത് പറയുകയാണെങ്കിൽ സം ടോട്ടൽ ഓഫ് ഓൾ ദ ടെൻഡൻസീസ് ദാറ്റ് ഇൻഡിവിജ്വൽ ഹാസ് ഇൻഹെറിറ്റഡ് ആൻഡ് ദാറ്റ് ക്യാൻ ബി acquired by experience. In short, personality can be defined as a totality of man. അതായത് നമ്മളുടെ തോട്ട്സ്, മൂഡ്സ്, എക്സ്പീരിയൻസ് ഇതൊക്കെ 1% ഡിഫറൻസ് ചെയ്തുകൊണ്ടിരിക്കും. പേഴ്സണാലിറ്റീസ് റിലേറ്റീവ്ലി സ്റ്റേബിളാണ്, ബട്ട് സ്റ്റാറ്റിക് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പേഴ്സണാലിറ്റി പറയുകയാണെങ്കിൽ പേഴ്സണാലിറ്റി ഈസ് സംതിങ് യൂണിക് ആൻഡ് സ്പെസിഫിക്. യുണീക്കാണ്. യുണീക്ക് ചില ഒരുപോലെ അല്ല, യുണീക്ക് ഡിഫറൻസ് ഉണ്ടാവുന്നു. ഓരോരുത്തരുടെ യുണീക്കാണ്, ഡിഫറെൻ്റ് ആണ് ആൻഡ് സ്പെസിഫിക് ആണ്. ഇറ്റ് ഇൻക്ലൂഡ് എവറിത്തിങ് അബൌട്ട് എ പേഴ്സൺ. ആ വ്യക്തിയെക്കുറിച്ച് മൊത്തം പറയുകയാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ആ പേഴ്സണാലിറ്റി അങ്ങനെ, അയാളെ പേഴ്സണാലിറ്റി അങ്ങനെയെന്ന് പറയില്ല. നിൻ്റെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ച് ബിഹേവ് ചെയ്തോന്ന് പറയുമ്പോൾ പേഴ്സണാലിറ്റീസ് എല്ലാം ടോട്ടാലിറ്റി ആയതുകൊണ്ട് നമ്മൾ പറഞ്ഞു സം ടോട്ടൽ ഓഫ് ഓൾ ദ ടെൻഡൻസീസ് ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ ഹാസ്. അപ്പോൾ ടോട്ടാലിറ്റിയാണ്. ഇറ്റ്സ് എ സ്റ്റാറ്റിക് ആണ്, നോട്ട് റിലേറ്റീവ്ലി സ്റ്റേബിളാണ്. ഒരു വ്യത്യാസം പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. നോട്ട് സ്റ്റാറ്റിക് അങ്ങനെ പറയാൻ പറ്റില്ല, പക്ഷേ ഇറ്റ്സ് എ റിലേറ്റീവ്ലി സ്റ്റേബിളാണ്. പേഴ്സണാലിറ്റി ഈസ് എ പ്രൊഡക്റ്റ് ഓഫ്, അതായത് നമ്മളൊരു പേഴ്സണാലിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റ്, ഹെറിഡിറ്ററി ഒക്കെ വരും. അതായത് നമ്മൾ സോഷ്യൽ ഫാക്ടേഴ്സ്, സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്, ഫാമിലി, കൾച്ചറൽ എക്സ്പീരിയൻസ്, ലേണിംഗ് ഒക്കെ വരും. അപ്പോൾ ലേണിംഗ് ആൻഡ് എക്സ്പീരിയൻസ് കോൺട്രിബ്യൂട്ട് ഡെവലപ്മെൻറ്റ് വേണം. നമുക്കൊരു ഇനിയിപ്പോൾ നമ്മൾ പഠിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? അപ്പോൾ നമുക്ക് പേഴ്സണാലിറ്റിയിൽ അട്രാക്റ്റീവ് പേഴ്സണായിട്ട് വളരണമെങ്കിൽ നമ്മൾ നമ്മൾ ലേൺ ചെയ്യണം. നമുക്ക് എക്സ്പീരിയൻസാണ് നമ്മൾ ഡെവലപ്മെൻറ്റ് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യണത്. നമ്മൾ നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടാവണം. നമ്മൾ പഠിക്കും നമ്മുടെ പേഴ്സണാലിറ്റി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലേൺ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച ഒന്നുകൂടി സമ്മപ്പ് ചെയ്യുകയാണെങ്കിൽ വാട്ട് ഈസ് പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ സം ടോട്ടൽ ഓഫ് ഓൾ ദ ടെൻഡൻസി ഓഫ് എൻ ഇൻഡിവിജ്വൽസ്. അതായത് നമ്മൾ പേഴ്സണാലിറ്റി ഇസ് എ ടോട്ടാലിറ്റി ഓഫ് മാൻ ആണ്. ഇറ്റ്സ് ഹാസ് ട്രൈറ്റ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ ഇൻഡിവിജ്വൽ ആണ്. അതായത് കപ്പാസിറ്റി ഓഫ് എ പേഴ്സൺ. ഓക്കെ, അതുപോലെ പേഴ്സണാലിറ്റി നമ്മൾ എക്സ്റ്റേണലായിട്ടും ഇൻറ്റേർണലായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യണം. പേഴ്സണാലിറ്റി ഒരിക്കലും നമ്മൾ ഫിസിക്കല്ല ശരിക്കും പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പേഴ്സണാലിറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഡെഫിനേഷൻ ഓഫ് പേഴ്സണാലിറ്റി പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, മീനിങ്ങും ഡെഫിനേഷനും ആയി നമുക്ക് നന്നായിട്ട് പറയാൻ പറ്റും. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഇത് പഠിച്ചിട്ട് നിങ്ങൾ നോട്ടൊക്കെ എഴുതി വയ്ക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു.